നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ചോക്ലേറ്റ്സ്, ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ഒരു സന്തോഷമാണ് അല്ലേ? ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്, എസ്പെഷ്യലി കുട്ടികൾ. പല തരത്തിൽ ചോക്ലേറ്റ്സ് ഉണ്ട്. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, പല വെറൈറ്റി, പല ഫ്ലേവർ, കാണാൻ തന്നെ പല ഷേപ്പിലും പല പാക്കിങ്ങിലും ഒക്കെയാണ് ചോക്ലേറ്റ്സ് വരുന്നത്. പുറത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി എബ്രോഡ് കൺട്രീസിൽ നിന്നും വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ വെറൈറ്റി ചോക്ലേറ്റ്സ് കണ്ടിരിക്കുന്നത് പുറത്തു നിന്ന് ആരെങ്കിലും നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പറയുന്ന ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും കരുതും അതൊരു ഫാൻറ്റസി ആണ് എന്ന്. അതായത് ചോക്ലേറ്റ് ടേസ്റ്റർ, ഇങ്ങനെ ഒരു ജോബ് എല്ലാ ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഇതൊരു വളരെ പോപ്പുലറായിട്ടുള്ളൊരു പ്രൊഫഷൻ അല്ല, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു പ്രൊഫഷൻ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത് +2-ന് ഫുഡ് സയൻസ് അല്ലെങ്കിൽ കള്ളിനറി സയൻസ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ന്യൂട്രീഷണൽ സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാവുന്നതാണ്. ഒഫീഷ്യലി നിങ്ങൾക്ക് ചോക്ലേറ്റ് ടേസ്റ്റർ എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് IICT എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ചോക്ലേറ്റ് ആൻഡ് കോക്കോ ടേസ്റ്റിംഗ് എന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്. നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂരും ചെന്നൈയിലും ഇവർ കോഴ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിൽ ഫൗണ്ടേഷൻ ലെവൽ കോഴ്സസ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് കോഴ്സസ് ഉണ്ട്, അഡ്വാൻസ് ലെവൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ ഈ ജോബ് നോട്ടിഫൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് മിക്കവാറും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അതുകൂടാതെ പ്രോഡക്റ്റ് റിസർച്ചിലും ഈ പറയുന്ന ടേസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൽ നല്ലൊരു സെൻസ് ഉള്ള വ്യക്തിയായിരിക്കണം, അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് പല ചോക്ലേറ്റ് ഇൻഡസ്ട്രികളും ഡിമാൻഡായിട്ട് കൊടുത്ത് കണ്ടിട്ടുള്ളത്. ഈ പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്, പല ബ്രാൻഡുകളുണ്ട്. എന്നാലും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ബ്രാൻഡുകൾ എപ്പോഴും നെസ്ലെയും കാഡ്ബറീസും ഒക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ പറയുന്ന മേഖലയിൽ നല്ലൊരു ജോലി ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ പോകേണ്ട വഴി. +2 കഴിഞ്ഞ് ഈ പറഞ്ഞ കോഴ്സുകൾ എടുക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. പല ഇൻഡസ്ട്രീസും ഫുൾ ടൈം ജോലി നോട്ടിഫൈ ചെയ്യാറുണ്ട്, പാർട്ട് ടൈം ജോലി നോട്ടിഫൈ ചെയ്യാറുണ്ട്. അവർലി ബേസിസിൽ വരെ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ജോബ് നോട്ടിഫൈ ചെയ്യാറുണ്ട്. ഇതിൽ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ചോക്ലേറ്റ് കഴിച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല. ഇതിൻ്റെ ടെക്സ്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതിൻ്റെ പാക്കിംഗ് നമ്മൾ നോക്കുക, ഏതൊക്കെ കോമ്പിനേഷനിലാണ് പുതിയ വെറൈറ്റി ചോക്ലേറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ജോബിന് ചെയ്യാനായിട്ടുണ്ട്. സോ മധുരം കഴിക്കുക എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഞാനൊക്കെ കുഞ്ഞിലെ ആഗ്രഹിച്ചിരുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന സാലറിയിൽ കുറേ ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങി കഴിക്കണം എന്നാണ്. നടന്നിട്ടില്ല, പക്ഷേ എങ്കിലും നമ്മൾ കുഞ്ഞിലെ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? ഇപ്പോഴും കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ മധുരം കഴിക്കാനായിട്ട് നമ്മൾ കാശ് കൊടുക്കാറുണ്ട്. ഇനി അതിന് പകരമായിട്ട് മധുരം കഴിക്കുന്നതിന് അല്ലെങ്കിൽ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്നതിന് ഇങ്ങോട്ട് കാശ് ലഭിക്കുന്ന ഈ പ്രൊഫഷൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വഴി പിന്തുടർന്ന് പോവുക.